അഭിനയരംഗം വിട്ടിട്ടും വർഷങ്ങളായെങ്കിലും നടി സംയുക്ത വർമ്മയെ പ്രേക്ഷകർ മറന്നിട്ടില്ല. അത്രയും ശ്രദ്ധേയമായ സിനിമകളാണ് ഒരു കാലത്ത് സംയുക്ത ചെയ്തിരുന്നത്. വീണ്ടും ചില വീട്ടുകാരികൾ എന്ന സിനിമയിലൂടെയാണ് സംയുക്ത അഭിനയരംഗത്തേക്ക് കടന്നു വരുന്നത്. പിന്നീട് മലയാളത്തിലെ ഏറ്റവും തിരക്കേറിയ നായിക നടിയായി സംയുക്ത മാറി. നടൻ ബിജു മേനോനുമായിട്ടുള്ള വിവാഹശേഷമാണ് സംയുക്ത അഭിനയരംഗം വിടുന്നത്. കുടുംബജീവിതത്തിൽ താനെന്നും ആഗ്രഹിച്ചതെന്നും കരിയർ വിട്ടതിൽ നിരാശയില്ലെന്നും സംയുക്ത പറഞ്ഞിട്ടുണ്ട്. വിവാഹശേഷം വലിയ അവസരങ്ങൾ വന്നുവെങ്കിലും നടി തിരിച്ചുവരവിന് തയ്യാറായില്ല. പഴശ്ശിരാജ എന്ന മമ്മൂട്ടി ചിത്രത്തിലേക്ക് ആദ്യം നായികയായി സംയുക്തയെ പരിഗണിച്ചിരുന്നു. എന്നാൽ ഈ കാസ്റ്റിംഗ് നടന്നില്ല. അഭിനയരംഗം വിട്ടെങ്കിലും തന്റേതായ തിരക്കുകളായിരുന്നു സംയുക്ത. അഭിനയരംഗം വിട്ടുവെങ്കിലും തന്റേതായ തിരക്കിലായിരുന്ന സംയുക്ത. യോഗയും മറ്റുമായി തന്റെ സ്വകാര്യ ജീവിതം സംയുക്ത മുന്നോട്ട് നയിച്ചു. സോഷ്യൽ മീഡിയയിൽ സംയുക്ത പങ്കുവച്ച ഫോട്ടോയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. നഞ്ചീശ്വര ക്ഷേത്രത്തിൽ പോയപ്പോഴുള്ള ചിത്രങ്ങൾ സംയുക്ത പങ്കുവച്ചത്. നീ പ്രാർത്ഥിക്കുന്ന ശിവനാണ്, നീ തന്നെയാണ്. ശിവഭഗവാനെ ക്ഷേത്രത്തിലും മന്ത്രങ്ങളിലും ആചാരങ്ങളിലും തേടുന്നു. പക്ഷെ ശിവൻ അവിടെയില്ല. ശിവൻ നിങ്ങൾ തന്നെയാണ്. എനിക്ക് ഒരു വയസ്സുള്ളപ്പോൾ എന്നെ ആദ്യ തലമുണ്ടനം ചെയ്ത ചടങ്ങ് നടന്ന നഞ്ചീശ്വരൻശ്വര ക്ഷേത്രത്തിലാണ് സംയുക്ത കുറിച്ചതെങ്ങനെ. കമന്റ് ബോക്സ് ഇത്തവണ സംയുക്ത ഓഫ് ചെയ്തു വെച്ചിരിക്കുകയാണ്. പൊതുവെ തന്റെ മിക്ക പോസ്റ്റുകളിലും സംയുക്ത കമന്റ് ബോക്സ് ഓഫ് ചെയ്യാറുണ്ട്. കരയിലേക്ക് തിരിച്ചു വരാതിനെക്കുറിച്ച് സംയുക്ത ഒരിക്കൽ സംസാരിച്ചു. സിനിമയിലേക്ക് തിരിച്ചു വരുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. ഒന്നോ രണ്ടോ കഥകൾ അടുത്തത് കേട്ടിരുന്നു. പക്ഷെ ആ സമയത്ത് അതിനേക്കാൾ പ്രാധാന്യമുള്ള എന്തെങ്കിലും വരും. ചില കോഴ്സുകൾ ചെയ്യും. വർഷയിലേക്ക് വിളിച്ച സമയത്ത് മകൻ വളരെ ചെറുതാണ്. മഹത്വം ശരിക്കും ആസ്വദിക്കുന്ന സമയം. അപ്പോൾ അഭിനയിക്കാനാവില്ലെന്ന് തോന്നിയെന്നും സംയുക്ത വ്യക്തമാക്കി. കരയിൽ നിന്ന് മാറി നിന്നപ്പോൾ ബോറടിച്ചില്ല. പക്ഷേ കൊറോണ സമയത്ത് ബോറടിച്ചു. പുറത്തേക്ക് ഇറങ്ങില്ലായിരുന്നല്ലോ സംയുക്ത ചൂണ്ടിക്കാട്ടി. വിവാഹശേഷം അഭിനയ രംഗത്ത് നിന്ന് മാറി നിന്ന നിരവധി നടിമാർ പിന്നീട് തിരിച്ചു വന്നു. മഞ്ജു വാര്യർ, നവ്യ നായർ തുടങ്ങിയവർ ഇതിന് ഉദാഹരണം. എന്നാൽ സംയുക്ത ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ബിജു മേനോന്റെ കരിയർ ഇപ്പോഴും സജീവമാണ്.